തൽക്കാലം നിങ്ങളെ വിശ്വസിക്കാതെ വേറെ മാർഗമില്ലല്ലോ. പക്ഷേ പണം വാങ്ങിയിട്ട് ഞങ്ങളെ ചതിച്ച അത് ക്ഷമിക്കുന്നവരല്ല ഞങ്ങൾ. ശിവയോഗിയുടെ ചികിത്സയില് രഹസ്യമായ ഒരുപാട് ഔഷധക്കൂട്ടുകളുണ്ട്. ഗുരുജി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിത്രാ പൗർണമി ഉത്സവം തീരുന്നതിന് മുമ്പ് അത് സ്വയം മനസ്സിലായിക്കോളും. വക്കീലിന് തിരക്ക് കൂടുതൽ, പിന്നെ പൂജയിലെ സഹായമൊക്കെ കുറഞ്ഞു. എനിക്ക് സമയമില്ലെന്നിട്ടല്ലേ ഗുരുജി, എന്തോരം കേസുകളെ കോടതിയിൽ കെട്ടിക്കിടക്കുന്നത്. ആളുകളുടെ പ്രശ്നം കേട്ടിട്ടാണെങ്കിൽ മടുത്തു. അതുകൊണ്ടാവും ഇപ്പൊ സച്ചിയുടെ കേസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ? അല്ല, ഗോകുൽ സാറിന്റെ ഭാര്യയുടെ ട്രീറ്റ്മെന്റ് ഏതുവരെ ഗുരുജി? എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അദ്ദേഹം ഒരു നല്ല മനുഷ്യനാ. ഭാര്യയ്ക്ക് ഓർമ്മയില്ലാത്തതാ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം. എല്ലാവരുടെയും ദുഃഖം മാറ്റാൻ ഈശ്വരൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ചികിത്സ കാര്യമായിട്ട് നടക്കുന്നുമുണ്ട്. ഓർമ്മ തിരിച്ചു വരുന്നതിന്റെ എന്തെങ്കിലും സൂചനകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ ഗുരുജി? ഇവിടത്തെ ചികിത്സ കഴിഞ്ഞാല് ഫലം വച്ചിട്ടാന്ന് മോൾക്ക് അറിഞ്ഞൂടെ? അറിയാം സ്വാമിജി, എന്നാലും മസ്തിഷ്കം ഒരു ഉപകരണം മാത്രമാ. കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നത് ക്ലൗഡിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നത് പോലെ. വിധി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മകളെല്ലാം തിരിച്ചു പിടിക്കാൻ സാധിക്കും. രോഗിക്ക് ചികിത്സ തുടങ്ങുന്നത് കൃഷ്ണപക്ഷത്തിലാ. ചന്ദ്രൻ ക്ഷയിക്കുന്ന സമയത്ത് ശരീരത്തിലെ അശുദ്ധികളും മാനസിക ഭാരവും കുറയും. ധാരയാണ് പ്രധാനം. ശേഷം ഔഷധ സേവയും മറ്റ് ചികിത്സാവിധികളും. പ്രത്യേകമായിട്ടുള്ള ഔഷധക്കൂട്ടുകളൊക്കെ ഞാൻ തന്നെയാണ് തയ്യാറാക്കുന്നത്. വരൂ, ഇരിക്കൂ. ഓരോ ദിവസവും ഓരോ നാളും നോക്കിയ മരുന്നിന്റെ അളവും സമയവും നിശ്ചയിക്കുന്നത്. കാരണം ശരീരം പ്രകൃതിയുടെ ഭാഗമാണ്. ചന്ദ്രൻ വളരുന്ന ശുക്ലപക്ഷത്തില് പുതുജീവന്റെ തുടക്കമാവും. ശരീരവും തലച്ചോറും മനസ്സുമെല്ലാം പുതിയ ശബ്ദങ്ങളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. സ്വാമി, ഇങ്ങനെ മതിയോ? ഓ, അത് മതി, അങ്ങനെ തന്നെ ചെയ്തോ. ചിത്രാ പൗർണമി നാളിൽ മനസ്സിന്റെ ആഴത്തിലുള്ള പാളികൾ തുറക്കും. അന്ന് പ്രത്യേകമായ ധ്യാന ചികിത്സയും ഔഷധധാരയും ഉണ്ടാവും. മരുന്നും മന്ത്രങ്ങളും രോഗിയുടെ ഉള്ളിലെ മറഞ്ഞുപോയ ഓർമ്മകളെ ഉണർത്തും. അത് കഴിയുമ്പോ ഗോകുൽ സാറിന്റെ ഭാര്യയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടും അല്ലേ ഗുരുജി? ഓർമ്മ തിരിച്ചു വരുന്നത് ഒരൊറ്റ നിമിഷത്തിലല്ല, അതൊരു യാത്രയിലാണ്. കൃഷ്ണപക്ഷത്തിലെ ശുദ്ധീകരണത്തിൽ നിന്നും ശുക്ലപക്ഷത്തിൽ കരുത്താർജിച്ച് ചിത്ര പൗർണമിയിൽ പുനർജന്മത്തിലേക്ക്. ചികിത്സയും പൂജയും പൂർത്തിയായി കഴിയുമ്പോൾ അർദ്ധനാരീശ്വരന് മുമ്പിൽ രോഗി സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ആ സമയം ഓർമ്മകളെല്ലാം തിരിച്ചു വരും, നിശ്ചയം. സച്ചി ആദ്യമായിട്ട് വന്നതല്ലേ? ക്ഷേത്രത്തിൽ പോയി തൊഴുതോ നിങ്ങള്? ഇല്ല ഗുരുജി, ഞങ്ങള് വന്നതേ ഉള്ളൂ. നിനക്കും ഉണ്ടല്ലോ പ്രാർത്ഥിക്കാൻ ചിലത്. ഇനി നിന്റെ പ്രാർത്ഥനയും കൂടെ നടക്കട്ടെ. മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചോളൂ. നിന്റെ കണ്ണീരും ശ്വാസവും എല്ലാം സമയത്തിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിന് ഫലമുണ്ടാവുക തന്നെ ചെയ്യും. എന്നാ ചെല്ലു, വന്നിട്ട് കാണാം. എല്ലാവരും കൂടി ലാളിച്ച് ലാളിച്ച് കൊച്ചിനെ നശിപ്പിച്ചു. ഇത്രയും ആശയുള്ളൊരു പെണ്ണ്
എല്ലാം കൂടി എന്റെ തലയിലേക്ക് എടുത്തു വെച്ചിട്ട് എല്ലാരും കൂടി ഒറ്റ പോക്കങ്ങ് പോയി. ഇപ്പൊ ഞാനിവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുവാ. എന്താ ഇനി ഇതിന്റെ പേരും പറഞ്ഞ് എന്നെ കുറ്റം പറയാനാണെങ്കിൽ എന്റെ വായിലിരിക്കുന്നത് കേൾക്കും. അടുക്കളയിൽ ഇനിയും കിടക്കുന്ന പാത്രം ഒരു ചുമട് കഴുകാൻ. ഉഫ്, തിന്നും കുടിച്ച് 24 മണിക്കൂറും ഈ മുറിയിൽ കിടക്കുന്നവർക്കേ അതൊന്നും അറിയണ്ടല്ലോ. തന്ന ആഹാരവും കഴിച്ചിട്ട് മിണ്ടാതെ ഇവിടെ ഇരുന്നോ. നിങ്ങൾ ആവശ്യപ്പെട്ടതിലും കൂടുതൽ പണമുണ്ട്. കണ്ണും കാതും തുറന്ന് ഇനി അവിടെ തന്നെ വേണം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റിത്തരാം. ശിവയോഗിയുടെ ചികിത്സ അവർക്ക് ഫലിക്കരുത്. ശിവയോഗിയുടെ ചികിത്സാ പദ്ധതികളെല്ലാം എനിക്കറിയാം. എന്നെ സഹായിക്കുന്നവർക്ക് വേണ്ടി അത് മുടക്കാനും എനിക്കറിയാം. നിങ്ങളെ വിശ്വസിക്കാമല്ലോ അല്ലേ? ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ പരസ്പര വിശ്വാസത്തിലാണല്ലോ. അതുകൊണ്ട് ധൈര്യമായിട്ട് എന്നെ വിശ്വസിക്കാം. തൽക്കാലം നിങ്ങളെ വിശ്വസിക്കാതെ വേറെ മാർഗമില്ലല്ലോ. പക്ഷേ പണം വാങ്ങിയിട്ട് ഞങ്ങളെ ചതിച്ച അത് ക്ഷമിക്കുന്നവരല്ല ഞങ്ങൾ. ശിവയോഗിയുടെ ചികിത്സയിൽ രഹസ്യമായ ഒരുപാട് ഔഷധക്കൂട്ടുകളുണ്ട്. അതിന്റെ രഹസ്യങ്ങൾ കുറച്ചൊക്കെ എനിക്കും അറിയാം. അതുകൊണ്ട് സംശയം വേണ്ട, കാര്യം നടന്നിരിക്കും. എന്നാ ഞാനങ്ങോട്ട്. ശരി, ഒരു ശുഭവാർത്തയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കും. ഉറപ്പായി അറിയിക്കാം. ഇയാളെ കൊണ്ട് കാര്യം നടക്കുമല്ലോ അല്ലേ? നടക്കും. ആ ശിവയോഗി നമ്മൾ വിചാരിച്ച പോലെ വെറും ഒരു സന്യാസി മാത്രമല്ല, ആയുർവേദ ചികിത്സയിൽ അഗ്രഗണ്യനാ. എന്തോ മുടിഞ്ഞ ചികിത്സയാ ആ യോഗി അവരുടെ തലയിൽ പ്രയോഗിക്കുന്നത്. അയാൾ എത്ര അഗ്രഗണ്യനാണേലും നമ്മുടെ പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ശക്തിയിൽ അർച്ചനയുടെ പൂജ മുടങ്ങണം. ഓർമ്മയുടെ ഒരു തരി വെളിച്ചം പോലും അവളുടെ തലയിലേക്ക് തിരിച്ചു വരാൻ ഇടയാവരുത്. ഇയാളൊരു ചെറിയ ഇര മാത്രമാ. ഇയാളെക്കാൾ വലിയ സ്രാവുകൾ അവിടെ വേറെയുണ്ട്. അവരെയും നമുക്ക് കയ്യിലെടുക്കാൻ സാധിക്കും. ഇയാളുടെ ശ്രമങ്ങൾ ഒരു വഴിക്ക് നടക്കട്ടെ. അതല്ലാതെ മറ്റൊരു വഴി കൂടി നമുക്ക് തുറന്നിടണം. അതിന് ആശ്രമത്തിൽ നിന്ന് മറ്റാരെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. മൂർത്തി, ഉടനെ തന്നെ നമുക്ക് ആശ്രമത്തിലേക്ക് പോണം. അവിടെ നിന്ന് നമുക്ക് പറ്റിയൊരാളെ കൂടി കണ്ടെത്തണം. കണ്ടെത്തിയേ പറ്റൂ.